അയ്യോ ഇല്ല, മാർഗോക്ക് എന്തോ കാര്യമായിട്ട് വിഷമം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് വേഗം ആളെ കൂട്ടണം. ഹേയ് വെഡ്നസ്ഡേ, ഇത് ഡാൻസ് കളിക്കാനുള്ള സമയമല്ല. നമുക്ക് മാർഗോയെ രക്ഷിക്കണം. വേഗം പോകൂ, ഒരു സെക്കൻഡ് പോലും കളയാനില്ല. വാവ്, സിസ്റ്ററും ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. മാർഗോക്ക് എന്താണ് വേണ്ടതെന്ന് സിസ്റ്ററിന് മറ്റാരെക്കാളും നന്നായി അറിയാം. വേഗം വരൂ. ദാ അപ്പൂപ്പനും എത്തി. കൊച്ചുമകളെ എങ്ങനെ സന്തോഷിപ്പിക്കണമെന്ന് കൃത്യമായി അറിയാവുന്ന ഒരാളാണ് അദ്ദേഹം. ഓ അതെ, എല്ലാ ഹീറോകളും ഇവിടെയുണ്ട്. എന്താണ് സംഭവിച്ചത്? മാർഗോക്ക് വിശക്കുന്നുണ്ടോ? അതൊന്നും സാരമില്ല, നമ്മുടെ പുതിയ ചലഞ്ച് ആരംഭിക്കുകയാണ്. അപ്പൂപ്പനും സിസ്റ്ററും നല്ല രസത്തിലാണെന്ന് തോന്നുന്നു. ശരി, ശ്രദ്ധ തിരിക്കലുകൾ മതി. ഇനി നമ്മൾ എന്താണ് പാകം ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടെന്ന്. ഒരു ബർഗറോ? വാവ്, ശരി, നിങ്ങൾ എല്ലാവരും ഒരു പുതിയ ചലഞ്ചിന് തയ്യാറാണോ? നമുക്ക് തുടങ്ങാം. അങ്ങനെ അപ്പൂപ്പൻ ബർഗർ ബണ്ണുകൾ വെച്ച് തുടങ്ങുന്നു. അതെ, ടോസ്റ്റ് ചെയ്ത ബണ്ണുകളാണ് കൂടുതൽ നല്ലത്. ഇനി നമുക്ക് കൊത്തിയരിഞ്ഞ ഇറച്ചി വേണം. അപ്പൂപ്പൻ കൊത്തിയരിഞ്ഞ ഇറച്ചി കൊണ്ടുള്ള മീറ്റ് ബോൾസ് എടുക്കുന്നു. അവ ഒരു ഫ്രൈയിങ് പാനിൽ ഇട്ട് ഒരു സ്പാറ്റില ഉപയോഗിച്ച് ഇതുപോലെ അമർത്തുന്നു. പാറ്റി തയ്യാറായി കഴിഞ്ഞു. ഇനി ഒരു കഷ്ണം രുചികരമായ ചീസ്, പിന്നെ തക്കാളി ഇല്ലാതെ എന്ത് ബർഗർ? മുകളിൽ സവാളയും ഒരു ബണ്ണും വെക്കുന്നു. വാവ്, അപ്പൂപ്പൻ എത്ര വേഗത്തിലാണ് ഈ ജോലി ചെയ്തത്. കൊള്ളാം അപ്പൂപ്പൻ. ഇനി സിസ്റ്ററിന്റെ ഊഴമാണ്. സാധാരണ ബണ്ണുകൾ കൊണ്ട് കാര്യമില്ലെന്ന് തോന്നുന്നു. എന്താ, ഒരു ഡോണറ്റോ? എത്ര രുചികരമാണ്. സിസ്റ്റർ ഡോണറ്റ് 2 പകുതികളായി മുറിക്കുന്നു. ഇനി ചോക്ലേറ്റുകൾ. ഇത് എത്ര മധുരമുള്ളതാണ്. എന്നാൽ സിസ്റ്ററിന്റെ കയ്യിൽ മറ്റൊന്നുകൂടിയുണ്ട്. ഇത് പുളിയുള്ള ജെല്ലാണ്. ഇത് വളരെ രുചികരമാണ്, എന്നാൽ നല്ല പുളിയുമുണ്ട്. ഇനി നമുക്ക് മാഷ്മാലോസ് ചേർക്കാം. കുറച്ച് മാർമലേഡ്, പിന്നെ ബെറി സിറപ്പും. എന്തുകൊണ്ടായിക്കൂടാ? ഇനി നമ്മുടെ അദ്ഭുത ബർഗർ നമുക്ക് മൂടി വെക്കാം. എന്തൊരു ഭംഗി. അപ്പൂപ്പൻ തന്റെ കൊച്ചുമകളുടെ ജോലിയെ അഭിനന്ദിച്ചതായി തോന്നുന്നു. എന്നാൽ വെഡ്നസ്ഡേ അത്ര എളുപ്പത്തിൽ അത്ഭുതപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെ നമ്മൾ പതിവ് പോലെ ബണ്ണുകൾ വെച്ച് തുടങ്ങുന്നു. തീർച്ചയായും കറുത്ത ബണ്ണുകൾ തന്നെ. ഇതുപോലെ ഒരു പാറ്റി വറുത്തെടുക്കുന്നു. വെഡ്നസ്ഡേ ഒരു കഷ്ണം ചീസ് വെച്ച് എന്താണ് ചെയ്യുന്നത്? വാവ്, ഈ ചീസ് ഇപ്പോൾ കാണാൻ എത്ര അടിപൊളിയായിട്ടുണ്ട്. ഒരു കഷ്ണം വെള്ളരിക്ക. വാവ്, ഈ ബർഗറിന് നാവുള്ള ഒരു വായ ഉള്ളതുപോലെ തോന്നുന്നു. പക്ഷെ എന്തോ കുറവുണ്ട്. വെഡ്നസ്ഡേയുടെ അടുത്ത് എപ്പോഴും ഏത് പ്രശ്നത്തിലും സഹായിക്കാൻ ഒരു കൈ ഉള്ളത് നന്നായി. മാർമലേഡ് കണ്ണുകൾ. വെഡ്നസ്ഡേക്ക് വേണ്ടത് ഇതാണെന്ന് തോന്നുന്നു. ഹേയ്, സൂക്ഷിക്കൂ അപ്പൂപ്പൻ, ആ കൈ തികച്ചും ഉപദ്രവമില്ലാത്തതാണ്. ഇനി നമുക്ക് ബർഗറിലേക്ക് കണ്ണുകൾ ചേർക്കാം. വാവ്, ഈ രാക്ഷസനെ ഒന്ന് നോക്കൂ. അവൻ വളരെ ഭയപ്പെടുത്തുന്നവനാണ്, എങ്കിലും കൊതിപ്പിക്കുന്നതുമാണ്. എന്നാൽ ഏത് ബർഗർ ആയിരിക്കും ഏറ്റവും രുചികരമായത്? നമുക്കിപ്പോൾ കണ്ടെത്താം. മാർഗോ, നിന്റെ ഊഴം. ഓ, എനിക്ക് എത്ര വിശക്കുന്നുണ്ടെന്നോ. ഈ ബർഗർ കാണാൻ ഒരു പ്രത്യേകതയുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. രുചികരമായിരിക്കുന്നു. എനിക്കിത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്തത് എന്താണ്? നമുക്ക് ആദ്യത്തെ കടി കടിക്കാം. ഇത് സവാളയാണോ? എന്തൊരു കഷ്ടം. ഈ ബർഗർ നിനക്ക് പറ്റിയതല്ല. അപ്പോൾ ഇവിടെ എന്താണുള്ളത്? ഇതൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മിഠായികളാണ്. ഡോണറ്റിനൊപ്പം മാർമലേഡ് കഴിക്കുകയോ? ഇത് എന്റെ ഇഷ്ടത്തിന് പറ്റിയതാണ്. ശരി, വിജയിയെ തിരഞ്ഞെടുക്കാനുള്ള സമയമായി. അത് ഈ ബർഗർ ആണ്. അതെ, ഇതാണ് നമ്മുടെ വിജയി. വാവ്, വെഡ്നസ്ഡേക്ക് അഭിനന്ദനങ്ങൾ. എനിക്ക് തോന്നുന്നതാണോ അതോ അവൾ ചിരിക്കുകയാണോ? വെഡ്നസ്ഡേ ചിരിക്കുന്നു. വാവ്, അയ്യോ, ആർക്കോ നാണം വന്നതുപോലെ തോന്നുന്നു. സിസ്റ്ററും ആ കൈയും തമ്മിൽ ഒരു നല്ല ബന്ധം സ്ഥാപിച്ചതായി തോന്നുന്നു. ഓ, കൈക്ക് വീട്ടിലേക്ക് പോകാനുള്ള സമയമായി. നമ്മുടെ ഹീറോകൾക്ക് ഒരു പുതിയ വിഭവം പാകം ചെയ്യാനുള്ള സമയവുമായി. ഹോട്ട് ചോക്ലേറ്റ്. ഈ രുചികരമായ പാനീയം ഇഷ്ടപ്പെടാത്തവർ ആരാണുള്ളത്? എല്ലാവരും തയ്യാറാണെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് തുടങ്ങാം. അപ്പൂപ്പൻ വീണ്ടും പാചകം തുടങ്ങുന്നു. അദ്ദേഹം ഒരു പാത്രത്തിലേക്ക് പാൽ ഒഴിക്കുന്നു. ഇനി കൊക്കോ പൗഡർ. ഇളക്കാൻ മറക്കരുത്. ഓ അതെ, ഒരു ബാർ ചോക്ലേറ്റ് കൂടി ചേർത്താൽ രുചി ഇനിയും കൂടും. ഇത് എത്ര മധുരമുള്ളതാണ്. അപ്പൂപ്പൻ തന്റെ പ്രത്യേക മഗ്ഗിലേക്ക് ഹോട്ട് ചോക്ലേറ്റ് ഒഴിക്കുന്നു. കൊള്ളാം അപ്പൂപ്പൻ. ഇനി സിസ്റ്ററിന്റെ ഊഴമാണ്. ഹേയ്, സൂക്ഷിക്കൂ. നിനക്ക് ചോക്ലേറ്റ് മുഴുവൻ ഇങ്ങനെ കഴിക്കാൻ കഴിയില്ല. അതെ, അപ്പൂപ്പൻ പറഞ്ഞത് ശരിയാണ്. പഞ്ചസാര വളരെ കുറച്ചു മാത്രമേ ചേർക്കാവൂ. ദാ ഇതുപോലെ. ഓ, അവൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതെ, ഈ മധുരപ്രിയയെ ഒന്ന് നോക്കൂ. ഇത്രയധികം പഞ്ചസാര ചേർക്കുന്നത് അപ്പൂപ്പൻ സമ്മതിക്കില്ല. ശരി, ഇനി പാൽ ചേർക്കാനുള്ള സമയമായി. സൂക്ഷിക്കണം. അയ്യോ, അതെ, സിസ്റ്റർ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എല്ലാ ചേരുവകളും ചേർക്കാം. ഇനി കുറച്ച് കളർ ചേർക്കാം.
വാവ്, ഈ ഭംഗി ഒന്ന് നോക്കൂ. ഈ ക്രീം എത്ര തിളക്കമുള്ളതാണ്. ഇനി കുറച്ച് സ്പ്രിങ്കിൾസ് വിതറാം. ഇതാണ് വിളമ്പൽ രീതി. സിസ്റ്റർ തന്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്, എന്നാൽ ഇതുകൊണ്ടും തീർന്നില്ല. അവസാനമായി വിപ്ഡ് ക്രീമും പിന്നെ കുറച്ച് മാഷ്മലോസും ചേർക്കുന്നു. ഈ മധുരം ഒന്ന് നോക്കൂ. അതെ, സിസ്റ്റർ തന്റെ പരമാവധി നന്നായി ചെയ്തിട്ടുണ്ട്. ഗംഭീരം. ശരി, ഇനി നിന്റെ ഊഴമാണ് വെഡ്നസ്ഡേ. ഇതിന് അനുയോജ്യമായ ഒരു മഗ് വേണം. കയ്യെ, നിന്റെ സഹായമില്ലാതെ നമുക്കിത് ചെയ്യാൻ കഴിയില്ല. എന്തൊരു ഭീകരത. അപ്പൂപ്പൻ, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നതാണ് നല്ലത്. വെഡ്നസ്ഡേ ചോക്ലേറ്റും കുറച്ച് വിപ്ഡ് ക്രീമും ഒഴിക്കുന്നു. ബെറി സിറപ്പോ? കൊള്ളാം. പിന്നെ കുറച്ച് ഹാരിബോ മാർമലേഡും. ഓ അതെ, ഈ വ്യത്യസ്തമായ വിളമ്പൽ രീതി ഒന്ന് നോക്കൂ. ഹോട്ട് ചോക്ലേറ്റ് തയ്യാറായി കഴിഞ്ഞു. എന്തുകൊണ്ട്? ഓ, ഇത് ഭ്രാന്താണ്. ഇത് വളരെ രുചികരമാണ്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഓ, ഇനി അടുത്തതിലേക്ക് പോകാം. ഇത് അപ്പൂപ്പൻ ഉണ്ടാക്കിയ ഹോട്ട് ചോക്ലേറ്റ് ആണ്. കൊള്ളാം. ഇതെന്താണ്? കാണാൻ വിചിത്രമായിരിക്കുന്നു. എങ്കിലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം. മോശമല്ല. വിജയ് ആരാണെന്നാൽ? അതെ സിസ്റ്റർ, ഈ റൗണ്ട് നിനക്കുള്ളതാണ്. ശരി, നമ്മുടെ ഹീറോകൾ ഒരു പുതിയ ചലഞ്ചിന് തയ്യാറാണെന്ന് തോന്നുന്നു. ഇത്തവണ അവരെ എന്താണ് കാത്തിരിക്കുന്നത്? ഹോ, ഇത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഈ വിഭവം പാകം ചെയ്യാനും വിളമ്പാനും പല വഴികളുണ്ട്. നമ്മുടെ ഹീറോകൾ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കുക എന്ന് നമുക്കിപ്പോൾ കണ്ടെത്താം. തീർച്ചയായും ഉരുളക്കിഴങ്ങ് ആദ്യം തൊലി കളയണം. എന്താണ് സംഭവിക്കുന്നത്? വാവ്, സിസ്റ്റർ ഉരുളക്കിഴങ്ങിന്റെ തൊലി കളയാൻ വളരെ വ്യത്യസ്തമായ ഒരു രീതിയാണ് തിരഞ്ഞെടുത്തത്. അപ്പൂപ്പൻ ഇതിൽ സന്തോഷമില്ല. എങ്കിലും തന്റെ പ്രിയപ്പെട്ട കൊച്ചുമകളോട് എങ്ങനെ ദേഷ്യപ്പെടാനാണ്? ഇനി നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് എടുക്കണം. അത്രയേ ഉള്ളൂ. സിസ്റ്റർ ഒരു പ്രത്യേക കത്തി ഉപയോഗിച്ച് ഉരുളക്കിഴങ്ങ് മുറിക്കുന്നു. ഈ ഭംഗി ഒന്ന് നോക്കൂ. ഇനി കുറച്ച് നിറം ചേർക്കാനുള്ള സമയമായി. വാവ്, അത് വളരെ തിളക്കമുള്ളതാണ്. എണ്ണ ഒഴിക്കുക. ഇനി നമ്മുടെ തിളക്കമുള്ള ഉരുളക്കിഴങ്ങ് ഫ്രൈയിങ് പാനിലേക്ക് ഇടാം. കൊള്ളാം. ചൂടുള്ള എണ്ണ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും അതീവ ശ്രദ്ധ പുലർത്തണം. ഹേയ്, സൂക്ഷിക്കൂ. നമ്മുടെ കളർ ഉരുളക്കിഴങ്ങ് ഒരു പ്ലേറ്റിൽ ഭംഗിയായി നിരത്തി വെക്കുന്നു. സിസ്റ്ററിന് ഇത്രയും തിളക്കമുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആണ് ലഭിച്ചത്. അപ്പൂപ്പൻ ഈ വിഭവത്തിന്റെ കൂടുതൽ ക്ലാസിക് രൂപമാണ് ഇഷ്ടപ്പെടുന്നത്. ചിലപ്പോൾ ക്ലാസിക് രൂപമായിരിക്കും ഏറ്റവും മികച്ചത്, അല്ലേ? ഓ അതെ, ഫ്രഞ്ച് ഫ്രൈസും കെച്ചപ്പും. ഈ രുചി കുട്ടിക്കാലം മുതൽക്കേ എല്ലാവർക്കും പരിചിതമാണ്. ഇതിലും മികച്ചത് എന്താണുള്ളത്? കൊള്ളാം അപ്പൂപ്പൻ. ശരി, ഇത്തവണ വെഡ്നസ്ഡേ നമ്മൾ എന്താണ് അത്ഭുതപ്പെടുത്താൻ പോകുന്നത്? വെഡ്നസ്ഡേയുടെ ഉരുളക്കിഴങ്ങ് ഇതിനകം വെന്തിട്ടുണ്ട്. ഇത് സാധാരണ രീതിയിലുള്ള വിളമ്പലാണെന്ന് തോന്നുന്നു. പക്ഷെ കാത്തിരിക്കൂ, ഇതെന്താണ്? അയ്യോ ഇല്ല, വെഡ്നസ്ഡേക്ക് വശങ്ങൾ മാറിപ്പോയെന്ന് തോന്നുന്നു. അപ്പൂപ്പൻ, നിങ്ങൾ കണ്ണുകൾ മൂടുന്നതാണ് നല്ലത്. ഇത് ദുർബല ഹൃദയർക്ക് കാണാൻ പറ്റിയ കാഴ്ചയല്ല. അപ്പോൾ നമ്മൾ എവിടെയാണ് നിർത്തിയത്? ഓ അതെ, ഫ്രഞ്ച് ഫ്രൈസ്. വെഡ്നസ്ഡേ ഉരുളക്കിഴങ്ങിന് കറുപ്പ് നിറം നൽകുന്നു. വാവ്, ഇത് എത്ര മനോഹരമാണ്. സിസ്റ്ററും വെഡ്നസ്ഡേയുടെ വിഭവത്തെ അഭിനന്ദിച്ചതായി തോന്നുന്നു. അവരുടെ പ്രതികരണം ഒന്ന് നോക്കൂ. ശരി, മാർഗോ എന്താണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ശരി, ഇവിടെ എന്താണുള്ളത്? ഹേയ്, ഈ ഉരുളക്കിഴങ്ങ് ചെറുതായി കരിഞ്ഞുപോയോ? ഇല്ല, മോശം രുചിയൊന്നുമില്ല. പിന്നെ തക്കാളി സോസും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാണ്. ഓ, ഞാൻ ഒട്ടും മടിക്കാതെ അവസാനത്തെ കഷ്ണം വരെ എല്ലാം കഴിക്കുമെന്ന് തോന്നുന്നു. യമ്മി. അടുത്തതിലേക്ക് പോകാം. ശരി, മോശമല്ല. നമുക്ക് നോക്കാം. പക്ഷെ ഇങ്ങനെ ചെയ്താൽ ഇതിലും കൂടുതൽ രുചിയുണ്ടാകും. ശരി, ബൈ ബൈ ഉരുളക്കിഴങ്ങുകളെ. ഞാൻ നിങ്ങളെ കഴിക്കാൻ പോവുകയാണ്. ഞാൻ കുറച്ചധികം കഴിച്ചെന്ന് തോന്നുന്നു. പക്ഷെ ഇനിയും മൂന്നാമത്തെ വിഭവം ബാക്കിയുണ്ട്. എന്ത് മനോഹരമായ വിഭവം. അതെ, ഇത് വളരെ രുചികരമാണ്. എനിക്ക് ഇപ്പോഴേ അത് അറിയാൻ കഴിയുന്നുണ്ട്. വളരെ കൊള്ളാം. അവസാനത്തെ കഷണം വരെ. അയ്യോ, ഓ, വിഷമിക്കേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ശരി കൂട്ടുകാരെ, നിങ്ങൾ എല്ലാവരും അടുത്ത ചലഞ്ചിനായി തയ്യാറാണോ? അപ്പോൾ നമുക്ക് നോക്കാം.
പാൻകേക്കുകൾ. ഓ, ഇത് എത്ര രുചികരമാണ്. നമ്മുടെ ഹീറോകൾക്ക് ഈ അദ്ഭുത വിഭവം എങ്ങനെ ഉണ്ടാക്കണം എന്ന് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിന് ഒരുപാട് വഴികളുണ്ട്. ശരി, നമുക്ക് തുടങ്ങാം. അമ്മൂമ്മ എപ്പോഴും ചെയ്യുന്നത് പോലെ ആദ്യം പാചകം ഏറ്റെടുക്കുന്നു. പാൻകേക്ക് മാവ് പാനിലേക്ക് ശ്രദ്ധാപൂർവം ഒഴിക്കുക. കൊള്ളാം. ആ മൊരിഞ്ഞ വശം കണ്ടോ? നിങ്ങൾക്കത് മറിച്ചിടാം. ഈ പാൻകേക്ക് തികച്ചും പെർഫെക്റ്റ് ആണ്. വർഷങ്ങളുടെ പരിചയ സമ്പത്ത് എന്ന് പറയുന്നത് ഇതാണ്. വെഡ്നസ്ഡേ, നിനക്ക് എന്തു പറ്റി? ഓ, ഒരു കൈയുടെ സഹായമില്ലാതെ നിനക്കിത് ചെയ്യാൻ കഴിയില്ലെന്ന് തോന്നുന്നു. കറുത്ത ചായമോ? തീർച്ചയായും. ആർക്കാണ് സംശയം? ഇത് വെഡ്നസ്ഡേ ആണ്. ഈ നിറം ഒന്ന് നോക്കൂ. ഹേയ്, അവൾ ഇതിൽ കുറച്ചധികം മുഴുകിപ്പോയെന്ന് തോന്നുന്നു. ശരി, നമുക്ക് നമ്മുടെ പാൻകേക്കുകളിലേക്ക് തിരികെ വരാം. വാവ്, ഇത് ശരിക്കും മനോഹരമാണ്. അതെ, കറുത്ത നിറമുള്ള ഭക്ഷണം എപ്പോഴും വളരെ സ്റ്റൈലിഷ് ആയി കാണപ്പെടും. നിങ്ങളുടെ പ്രിയപ്പെട്ട നിറം ഏതാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളിൽ രേഖപ്പെടുത്തുക. ഒരുപക്ഷെ അടുത്ത വീഡിയോയിൽ നമ്മൾ അത് ചെയ്തേക്കാം. അതിനിടയിൽ സിസ്റ്ററുടെ മനസ്സിൽ രസകരമായ എന്തോ ഉള്ളതായി തോന്നുന്നു. വാവ്, ഇതിപ്പോൾ ഒരു പാൻകേക്ക് മാത്രമല്ല, ഒരു സമ്പൂർണ്ണ കലാസൃഷ്ടിയാണ്. ഓ, എന്തുകൊണ്ടോ ഈ നിറം പുറത്തേക്ക് വരാൻ കൂട്ടാക്കുന്നില്ല? അയ്യോ, അത് നേരെ കണ്ണിലേക്കാണ് തെറിച്ചത്. നമ്മുടെ സിസ്റ്റർക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് കരുതുന്നു. അതെ, എല്ലാം ശരിയാണ്. ഈ സാഹചര്യത്തിൽ എല്ലാ ബുദ്ധിമുട്ടുകൾക്കിടയിലും പിന്മാറാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം, അല്ലേ? നമ്മളത് ചെയ്തെടുക്കുകയാണ്. വാവ്, ഇതൊരു യൂണിക്കോൺ ആണ്. ഈ ഭംഗി ഒന്ന് നോക്കൂ. അതെ, ഇത്തരം നിമിഷങ്ങളിൽ അമ്മൂമ്മയ്ക്ക് തന്റെ കൊച്ചുമകളെ കുറിച്ച് വളരെ അഭിമാനം തോന്നും. അമ്മൂമ്മയുടെ കാര്യമോ? ഒരു നല്ല പഴയ റെസിപ്പി നമ്മളെ കാത്തിരിക്കുന്നതായി തോന്നുന്നു. വെണ്ണയും മേപ്പിൾ സിറപ്പും ചേർത്ത പാൻകേക്കുകൾ. ഇത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളമൂറാൻ തുടങ്ങും. വെഡ്നസ്ഡേയുടെ പാൻകേക്കുകളും വലുതാണെന്ന് ഞാൻ കരുതുന്നു. അതെ, അവ വ്യത്യസ്തമായി കാണപ്പെടുന്നു. വെഡ്നസ്ഡേ തന്റെ പ്രിയപ്പെട്ട ബെറി സിറപ്പ് ചേർക്കുന്നു. പിന്നെ വാവ്, അവ ചെലന്തികളാണോ? ശാന്തിയാകൂ അമ്മൂമ്മേ, ഈ ചെലന്തികൾ ചോക്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ശരി മാർഗോ, നമുക്ക് അടപ്പ് ശരിയാക്കാം. അമ്മൂമ്മേ, എന്നെ തുടരുത്. ഹേയ്, ഞാൻ കഴിഞ്ഞു. എനിക്ക് കൊക്കക്കോള ഫ്ലേവറുള്ള ജെല്ലി വേണം. നീ അത് ചെയ്യുമോ? ഇത് വളരെ എളുപ്പമാണ്. നമുക്ക് പാചകം തുടങ്ങാം. എനിക്കൊരു കോക്ക് വേണം. ആദ്യം ഇത് ഒഴിവാക്കണം. ഓ, ഇത് വളരെ നല്ലതാണ്. വാവ്, അടിപൊളി. അയ്യോ, ക്ഷമിക്കണം കൂട്ടുകാരെ, ഇത് വരുന്നുണ്ട്. ഓ, എന്നോട് ക്ഷമിക്കൂ. അയ്യോ, ഞാൻ കുറച്ച് കൂടിപ്പോയി. ഇനി നമുക്ക് കുപ്പിയിൽ നട്ട്സ് മിഠായികൾ ഇടണം. ഇനി മധുരമുള്ള കോൺ സിറപ്പ് ഒഴിച്ചാൽ മാത്രം മതി. എമിലി ആഗ്രഹിച്ചതുപോലെ തന്നെ അവൾക്ക് ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. എനിക്കത് ആവശ്യമില്ല. സൂക്ഷിക്കൂ. വൃത്തികേടായി. അയ്യോ, എന്നോട് ക്ഷമിക്കൂ. കുപ്പി അടച്ച് എല്ലാം കൂടി മിക്സ് ചെയ്യുകയാണ്. നന്നായി മിക്സ് ചെയ്യണം. നന്നായി വന്നിട്ടുണ്ട്. എമിലിക്ക് ഇത് ഇഷ്ടപ്പെടും. ഓ ഇല്ല, ഞാൻ കുപ്പിയിൽ ഒട്ടിപ്പോയി. വേഗം. ഞാൻ താഴെ വീണു, പക്ഷേ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്ത് രസമാണ്. ഈ ജെല്ലി കാണാൻ വിചിത്രമായിരിക്കുന്നു. എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ഞാൻ തേൻ കൊണ്ട് ജെല്ലി ഉണ്ടാക്കാം, പക്ഷേ എന്റെ അടുത്ത് തേനില്ലല്ലോ. ഓ, എനിക്കറിയാം. എന്റെ തേനീച്ചകൾ ഒരുപാട് തേൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ എനിക്ക് കുറച്ച് തരുന്നതിൽ തീർച്ചയായും വിഷമിക്കില്ല. അതാ തേനീച്ചക്കൂട്. ഹലോ എന്റെ പ്രിയപ്പെട്ടവരെ. ഓ, എന്റെ തലയ്ക്ക് മുകളിലൂടെ പറക്കുന്നത് നിർത്തൂ. ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് കുറച്ച് തേൻ എടുക്കാൻ വന്നതാണ്. കുഴപ്പമില്ലല്ലോ. കൊള്ളാം, തീർച്ചയായും എനിക്കിത് മതിയാകും. ബൈ ബൈ. ഞാൻ തിരിച്ചെത്തി. തനിച്ചല്ല, തേനുമായാണ്. ഓ ഇല്ല, ഒരുപാട് തേനീച്ചകളുണ്ട് അമ്മൂമ്മേ. ഞാനിപ്പോൾ ഒരു സ്പാച്ചില ഉപയോഗിച്ച് കുറച്ച് തേൻ എടുക്കാൻ പോവുകയാണ്. കൊള്ളാം, നേരെ കുപ്പിയിലേക്ക്. ഓ, ആരാണ് നിലവിളിക്കുന്നത്? എന്താണ് സംഭവിക്കുന്നത്? ഓ, അയ്യോ, ഞാൻ തേനീച്ച
ഈച്ചകളെയും കൂടെ കൊണ്ടുവന്നു. പക്ഷേ അത് സാരമില്ല. ഇപ്പോൾ നല്ല സമാധാനവും ശാന്തതയുമുണ്ട്. ഞാൻ കുപ്പിയിൽ തേൻ നിറച്ചു കഴിഞ്ഞു. നമുക്കിത് അടച്ച് ഫ്രീസറിലേക്ക് വെക്കാം. ഇത് തണുത്തുറയട്ടെ. എന്റെ കയ്യിൽ ഇതിലും നല്ലൊരു ആശയമുണ്ട്. ഞാൻ കോക്കെടുത്ത് അതിൽ നിന്ന് തന്നെ ജെല്ലി ഉണ്ടാക്കും. കൊക്കക്കോളയും കുറച്ച് മാർമലേഡും പിന്നെ കുറച്ച് സ്വർണവും ചേർക്കുന്നു. ഇത് രുചികരം മാത്രമല്ല, അതിശയകരമാം വിധം മനോഹരവുമായിരിക്കും. ഇനി നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുകയാണ്. എല്ലാം ഒരു ശൂന്യമായ കൊക്കക്കോള കുപ്പിയിലേക്ക് ഒഴിക്കുന്നു. ആ, എത്ര മനോഹരമായ സ്വർണ ജെല്ലി! ഞാൻ എല്ലാം ഒഴിച്ചു കഴിഞ്ഞു. ഫണളം മാട്ടുന്നു. അത് കൊള്ളാം. വേണ്ട മൈക്ക്, ഇത് ഭയങ്കരമാണ്. ഇനി ഇതെല്ലാം ഫ്രീസ് ചെയ്യണം. കുറച്ച് ലിക്വിഡ് നൈട്രജൻ. ഇത് എല്ലാം വളരെ വേഗത്തിൽ ഫ്രീസ് ചെയ്യും. വൗ, മൈക്ക്, ആ മാജിക് നോക്കൂ. ഇത് മനോഹരമാണ് ഷെഫ്. ഞാൻ എന്റെ തേൻ ജെല്ലിയെ കുറിച്ച് ഏതാണ്ട് മറന്നുപോയി. ഇതാണ് നല്ലത്. ഓ, ചെറിയ തണുപ്പുണ്ട്. നിങ്ങൾക്ക് ഇത് പരീക്ഷിച്ചു നോക്കാം. കൊള്ളാം. ഞാൻ ഇപ്പോൾ തന്നെ ഈ ജെല്ലി കഴിച്ചു നോക്കാൻ പോവുകയാണ്. കാണാൻ നല്ല കൊതിയാവുന്നുണ്ട്. അതും ഒരു കരടിയുടെ ആകൃതിയുള്ള കുപ്പിയിൽ. വൗ, സ്വാദിഷ്ടം. ഇവിടെ എന്താണുള്ളത്? മാന്ത്രികമായി തോന്നുന്നു. ഇത് യഥാർത്ഥ സ്വർണമാണോ? എനിക്കിത് കഴിച്ചു നോക്കണം. വൗ, കൊക്കക്കോളയുടെ രുചിയുണ്ട്. എനിക്ക് ഇത് തന്നെയാണ് വേണ്ടത്. വൗ, കൊള്ളാം. ഇത് നട്ട്സ് മിഠായികൾ ചേർത്ത ജെല്ലിയാണ്. ഇത് വളരെ സ്വാദിഷ്ടമായിരിക്കണം. ഇത് വിശ്വസിക്കാൻ കഴിയാത്തത്ര സ്വാദിഷ്ടമാണ്. ഞാൻ എന്റെ നാക്ക് വിഴുങ്ങിപ്പോകും. നിങ്ങളാണ് ജയിച്ചത്. എന്ത്? ശരിക്കും അടിപൊളി. ഹേയ് അമ്മുമ്മേ, വഴിയിൽ തടസ്സമായി നിൽക്കരുത്. ഇനി എനിക്ക് പാൻ കേക്കുകൾ വേണം. ആ മനോഹരമായ ചിത്രം നോക്കൂ. ദയവായി എനിക്കായി ഇത് തയ്യാറാക്കൂ. ഞാൻ കാത്തിരിക്കാം. ഇത് വളരെ എളുപ്പമാണ്. ഞാൻ പാനിലേക്ക് കുറച്ച് കളർ മാവ് ഒഴിക്കാം. എനിക്ക് കരടികളുടെ രൂപത്തിൽ മിനി പാൻ കേക്കുകൾ ഉണ്ടാക്കണം. അവ കളർഫുള്ളും ചെറുതും ക്യൂട്ടുമായിരിക്കും. അമ്മുമ്മേ, എന്നെ ശല്യപ്പെടുത്തരുത്. നിങ്ങൾക്കിത് തൊടാൻ കഴിയില്ല. എനിക്കൊരു ബുദ്ധി തോന്നി. ഞാൻ ഏറ്റവും മികച്ച പാൻ കേക്കുകൾ ഉണ്ടാക്കാൻ പോവുകയാണ്. എമിലിക്കും എനിക്കും ക്ലോയി എന്ന് പേരുള്ള ഒരു നായയുണ്ട്. ഞാൻ ഞങ്ങളുടെ നായയുടെ ആകൃതിയിൽ ഒരു പാൻ കേക്ക് വരയ്ക്കാൻ പോവുകയാണ്. ഇത് വളരെ മനോഹരമായിരിക്കും. കറുത്ത മാവ് കൊണ്ട് ഔട്ട്ലൈൻ വരച്ച് എല്ലാം ഒരു നിറം കൊണ്ട് നിറയ്ക്കുന്നു. ഇത് ശരിയാകുന്നുണ്ട്. എന്റെ പാൻ കേക്ക് കാണുമ്പോൾ എമിലി ആവേശഭരിതയാകും. ചില ചെറിയ കാര്യങ്ങൾ കൂടി. ഓ, നമുക്ക് എല്ലാം തിരിച്ചിടാം. ഏതാണ്ട് താഴെ വീണു. അമ്മൂമ്മേ, എന്താണ്? എനിക്ക് എന്റെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് കുറച്ച് പച്ചക്കറികൾ പറിക്കണം. കുറച്ച് കാരറ്റും സുക്കിനിയും. ഞാൻ ഇവിടെ എത്തി. നിങ്ങൾ എന്നെ മിസ് ചെയ്തു അല്ലേ? തോട്ടത്തിൽ നിന്നുള്ള പുതിയ പച്ചക്കറികൾ. നമുക്ക് എല്ലാം ഗ്രേറ്റ് ചെയ്യാം. ഞാൻ കാരറ്റും സുക്കിനിയും ചേർത്ത് പാൻ കേക്കുകൾ ഉണ്ടാക്കും. കുറച്ച് മൈദയും കുറച്ച് മുട്ടയും ചേർക്കുന്നു. തീർച്ചയായും കുറച്ച് പാലും. ഇനി ഒരു വിസ്ക് ഉപയോഗിച്ച് എല്ലാം കൂടി മിക്സ് ചെയ്താൽ മതി. നമ്മൾ ഏതാണ്ട് കഴിഞ്ഞു. നല്ല മാവ്. ഇത് ഫ്രൈയിങ് പാനിലേക്ക് ഇടക്കുന്നു. എന്നിട്ട് അവ തിരിച്ചിടുന്നു. മൈക്ക്, നിനക്കിത് കഴിച്ചു നോക്കണോ? വൃത്തികെട്ടത്. എല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നു. ഒപ്പം കുറച്ച് പുളിയുള്ള ക്രീമും. വളരെ സ്വാദിഷ്ടം. മുകളിൽ കുറച്ച് ഇലക്കറികൾ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പാവം ചെറിയ എമിലി. എനിക്ക് എന്റെ മിനി പാൻ കേക്കുകൾ പാനിൽ നിന്ന് മാറ്റാൻ സമയമായി. എല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നു. ഓ, സ്ട്രോബെറി ജാം. അത്ഭുതകരം. പ്ലേറ്റിന്റെ ചെവികളിലേക്ക് ഇത് ഒഴിക്കുന്നു. ഞാനൊരു മാസ്റ്റർ ഷെഫാണ്. എമിലി, വരൂ, ഞങ്ങൾ തയ്യാറാണ്. എല്ലാ പാൻ കേക്കുകളും തയ്യാറാണ്. വളരെ തിളക്കമുള്ളതും കൊതിപ്പിക്കുന്നതുമാണ്. ഓ, അതെന്താണ്? എന്ത് വൃത്തികേടാണ്.
നമുക്കൊന്ന് കഴിച്ചു നോക്കാം. രുചികരം. ഇവിടെ എന്താണുള്ളത്? ഓ, ഞങ്ങളുടെ നായ ക്ലോയി. ഈ പാൻകേക്ക് വിശ്വസിക്കാൻ കഴിയാത്തത്ര സ്വാദിഷ്ടമാണ്. മൈക്ക്, ഇത് ശരിക്കും നല്ലതാണ്. യഹൂ, ഞാൻ വീണ്ടും ജയിച്ചു. നന്ദി അനിയത്തി. എനിക്ക് ഇത്തവണ ഒരു ബർഗർ വേണം. നീ എനിക്കായത് ഉണ്ടാക്കുമോ? കൊള്ളാം, ഞാൻ കാത്തിരിക്കുകയാണ്. കൊത്തിന് ഇറച്ചിയോ? എന്ത് വൃത്തികേടാണ്. എനിക്ക് ഇത് തൊടാൻ പോലും ഇഷ്ടമല്ല, പക്ഷെ തൊടേണ്ടി വന്നു. ശരി, കൊള്ളാം. ഇനി ഒരു സ്പാച്ചുല. നോക്കൂ അമ്മൂമ്മേ. ഓ, ഞാൻ ഏതാണ്ട് അടുത്തെത്തിയിരുന്നു, പക്ഷെ ഇത് കാണാൻ ഭയങ്കരമായിരിക്കുന്നു. നിനക്കറിയാമോ, ഞാൻ എമിലിക്ക് ഒരു മധുരമുള്ള ബർഗർ ഉണ്ടാക്കും. എനിക്ക് നുട്ടെല്ലയും ഒരു സ്പൂണും വേണം. ബണ്ണിൽ കുറച്ച് നുട്ടെല്ല തേക്കുന്നു. യമ്മി. ഫില്ലിങ്ങിനായി ഞാൻ മാഷ്മലോസ് ഉപയോഗിക്കാൻ പോവുകയാണ്. എനിക്കും ഒരു ബർഗർ ഉണ്ടാക്കാൻ സമയമായി. എന്താ? ഞാൻ നിങ്ങൾക്ക് ഒരു മാസ്റ്റർ ക്ലാസ് കാണിച്ചു തരാം. ഓ, അത് കൊള്ളാം. എന്തൊരു അഹങ്കാരി. ഇനി നമ്മൾ ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കുന്നു, അത് വറുക്കുന്നു. ഓ, എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നു. ഓ, ഉറങ്ങരുത്. നമുക്ക് ബർഗർ ഉണ്ടാക്കി തീർക്കണം. എനിക്ക് ഉറപ്പാണ്. ഓ, കൊച്ചുമകനെ, നിനക്കിത് കാണാൻ കഴിയുന്നുണ്ടോ? ഞാൻ മാഷ്മലോസ് വറുക്കുകയാണ്. അവ ഉരുകണമെന്ന് എനിക്കുണ്ട്. കുറച്ച് മാർമലേഡ് ചേർക്കുന്നു. ഇതാ കഴിഞ്ഞു. എന്റെ ദൈവമേ, മൈക്ക്. എമിലിക്ക് ഞാൻ ഉണ്ടായത് നന്നായി. ഒരു പ്രൊഫഷണൽ ഷെഫ്. അവൾക്ക് ആവശ്യമുള്ള ഏത് വിഭവവും ഞാൻ ഉണ്ടാക്കി കൊടുക്കും. ഓ, ഈ ബേക്കൺ. തീർച്ചയായും കുറച്ച് തക്കാളി സോസും ഇലക്കറിയും, മുകളിൽ ഒരു കട്ട്ലറ്റും, ചീസ്, തക്കാളി, സവാള, പിന്നെ ബേക്കൺ. ഓ, ശരി. ഞാനിത് കുറച്ചുകൂടി ആവർത്തിക്കാം. ഇത് വിശ്വസിക്കാൻ കഴിയാത്തത്ര സ്വാദിഷ്ടമായിരിക്കും. തയ്യാറായി കഴിഞ്ഞു. വൗ, എത്ര വലിയ ബർഗർ. ഓ, ശരി. എനിക്ക് എന്റെ ബർഗർ ഉണ്ടാക്കി തീർക്കാൻ സമയമായി. കുറച്ച് പച്ചക്കറികൾ ചേർക്കുന്നു. ഓ, അച്ചാർ. ഞാനിത് സ്വയം ഉണ്ടാക്കിയതാണ്. തക്കാളിയും കുറച്ച് സോസുകളും. ഒരു ബൺ കൊണ്ട് ഇത് മൂടുന്നു. നമുക്കിനി ബർഗറുകൾ താരതമ്യം ചെയ്യാം. ഓ, നിന്റേത് ഇപ്പോഴും വലുതാണ്, പക്ഷെ എന്റേതിനാണ് കൂടുതൽ രുചി. അമ്മൂമ്മേ, വിഷമിക്കേണ്ട. എല്ലാം നിയന്ത്രണത്തിലാണ്. എനിക്ക് ജെല്ലി ഒന്ന് ഉരുക്കേണ്ടി വന്നു, അത്രയേ ഉള്ളൂ. എമിലി, ഇത് കഴിച്ചു നോക്കൂ. ഇതൊരു ബർഗർ തന്നെയാണ്. ഇത് വളരെ വലുതാണ്. എനിക്കിത് കഴിച്ചു നോക്കണം. ഇത് എന്റെ വായിൽ പോലും കൊള്ളുന്നില്ല, പക്ഷെ ഇത് ശരിക്കും സ്വാദിഷ്ടമാണ്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇവിടെ എന്താണുള്ളത്? ഇതും ഒരു വലിയ ബർഗർ ആണ്. അയ്യോ, എല്ലാം താഴെ പോയി. അടുത്തതിലേക്ക് പോകാം. കാണാൻ വ്യത്യസ്തമായിരിക്കുന്നു. ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും കഴിച്ചിട്ടില്ല. ഇതൊരു മധുരമുള്ള ബർഗർ ആണ്. കൊള്ളാം. എനിക്ക് ഈ ആശയം ഇഷ്ടപ്പെട്ടു. അപ്പോൾ വിജയ് ആരാണെന്നാൽ ഷെഫ്. ഓ, നന്ദി എമിലി. നിൽക്കൂ, നിനക്കിത് ആവശ്യമായി വരും. നിങ്ങളുടെ ആദ്യത്തെ ദൗത്യം ഒരു കേക്ക് ആണ്. വരൂ, ഞാൻ കാത്തിരിക്കുകയാണ്. കൊള്ളാം ചേച്ചി. ശരി മോളെ. ഷെഫിന് എല്ലാം വ്യക്തമാണ്. കൊതിപ്പിക്കുന്ന ക്രീം ചീസ്. എന്റെ പുതിയ പാചക വിസ്മയത്തിന് ഇത് തികച്ചും അനുയോജ്യമാണ്. ഞാൻ എല്ലാ ലെയറുകളിലും എളുപ്പത്തിൽ ക്രീം തേച്ചു പിടിപ്പിക്കും. ഒരു സ്പാച്ചുല ഉപയോഗിച്ച് അതിന് വളരെ വ്യത്യസ്തമായ ഒരു രൂപം നൽകും. ഇതൊരു റെയിൻബോ കേക്ക് ആയിരിക്കും. അത് ഞാൻ സ്വാദിഷ്ടമായ സ്കിറ്റിൽസ് ക്രീം കൊണ്ട് അലങ്കരിക്കും. അതിനായി കാത്തിരിക്കൂ. ഇതാ എന്റെ പ്രത്യേക പെട്ടി. എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഇതിലുണ്ട്. എന്റെ മിഠായി പോലെ. അങ്ങനെ ചെയ്യാം. ഇതൊരു യഥാർത്ഥ കലാസൃഷ്ടിയാണ്. ഞാൻ കേക്കുകൾ ഉണ്ടാക്കുമ്പോൾ ഒരു പുതിയ ലോകം സൃഷ്ടിക്കുന്ന ഒരു കലാകാരനെ പോലെ എനിക്ക് തോന്നാറുണ്ട്. ഈ മനോഹരമായ മഴവില്ലിന് ക്രീമിന്റെ മേഘങ്ങളാണ് കുറവ്. പിന്നെ ഒരു ജോഡി സന്തോഷമുള്ള കണ്ണുകളും. ഇതാ കഴിഞ്ഞു. ഷെഫ് രംഗത്തിറങ്ങി കഴിഞ്ഞു.
അവിശ്വസനീയം. എനിക്കറിയാം. ഞാൻ സ്വന്തമായി ഒരു ഹൃദയാകൃതിയിലുള്ള കേക്ക് ഉണ്ടാക്കി കിച്ച് കാറ്റുകൊണ്ട് അലങ്കരിക്കും. കാരണം കുഞ്ഞിന് അത് വളരെ ഇഷ്ടമാണ്. നമുക്കിത് ചുറ്റും വെച്ചു കൊടുക്കാം. പക്ഷെ അത് മാത്രം പോരാ. എന്റെ മധുരപ്രിയയ്ക്ക് കൂടുതൽ മിഠായികൾ വേണം. മാൾട്ടിസേഴ്സും സ്കിറ്റിൽസും. അമ്മൂമ്മേ, നിങ്ങൾ നന്നായി ചെയ്യുന്നു. ഇതാ എന്റെ മാസ്റ്റർ പീസ്. ഇത് കാണാൻ അത്ര ഭംഗിയില്ലല്ലോ. വിഷമിക്കേണ്ട, ഞാൻ ഇതുവരെ തീർത്തിട്ടില്ല. ഒരു മികച്ച അലങ്കാരത്തിനായി എനിക്ക് ഫിലിമും പരമാവധി മധുര പലഹാരങ്ങളും വേണം. ആദ്യമായി എന്റെ സൂപ്പർ ബർണർ ഉപയോഗിച്ച് ഞാൻ ചോക്ലേറ്റ് ഉരുക്കും. യൂഹൂ! ഇനി ഞാൻ നീല സ്പ്രിങ്കിളുകൾ ചേർക്കും. അവ എന്റെ കേക്കിൽ കാണാൻ വളരെ ഭംഗിയുണ്ടാകും. എല്ലാവരും തയ്യാറാണോ? ഭാവിയിലെ വിജയിയെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ എന്നെ അനുവദിക്കൂ. വിജയമല്ല പ്രധാനം. വൗ! എനിക്ക് ആദ്യം ഷെഫിന്റെ കേക്ക് കഴിച്ചു നോക്കണം. എനിക്കിത് ഇഷ്ടപ്പെട്ടു. അമ്മൂമ്മയുടെ കേക്കും ഇത്രയും രുചിയുള്ളതാണോ എന്ന് എനിക്കറിയണം. നമുക്കിത് കഴിച്ചു നോക്കാം. വൗ! എനിക്ക് ചോക്ലേറ്റ് വളരെ ഇഷ്ടമാണ്. നന്ദി അമ്മൂമ്മേ, ഇത് കൊള്ളാം. ഓ, ഈ കേക്കിന് എന്തോ കുഴപ്പമുള്ളത് പോലെ തോന്നുന്നു. എനിക്ക് ഇതിന്റെ രുചി ഇഷ്ടപ്പെടുന്നില്ല. വിജയി അമ്മൂമ്മയാണ്. ലേഡീസ്, നമുക്കൊരു ചലഞ്ച് ഉണ്ട്. ദയവായി എനിക്ക് കുറച്ച് പാസ്ത ഉണ്ടാക്കി തരൂ. ശരി, ഇതൊരു കൊള്ളാവുന്ന ദൗത്യമാണ്. മനസ്സിലായി. എനിക്ക് കിട്ടി. നമുക്ക് നൂഡിൽസ് വേവിച്ചെടുക്കുകയേ വേണ്ടൂ. അത്രമാത്രം. ഞാനിപ്പോൾ കുറച്ച് ടിക്ടോക്കുകൾ കാണാം. ഞാനും പാസ്ത വേവിക്കും. ഒപ്പം എന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനായി സോസേജുകളും. അത് വളരെ നന്നായിട്ടുണ്ട് അമ്മൂമ്മേ. ഞാൻ നിങ്ങളെ കെട്ടിപ്പിടിക്കട്ടെ. ഒപ്പം ഒരു സോസേജ് രുചിച്ചു നോക്കുകയും ചെയ്യാം. തിളച്ച വെള്ളത്തിൽ സോസേജുകൾ വേവിക്കാൻ സമയമായി. ഓ, മറ്റൊരെണ്ണം എവിടെ പോയി? അത്രയേ ഉള്ളൂ. ഒരു ചലഞ്ച് ജയിക്കാൻ അപ്രതീക്ഷിതമായ ഒരു തീരുമാനത്തിലൂടെ നിങ്ങൾ കുഞ്ഞിനെ അത്ഭുതപ്പെടുത്തണം. സാധാരണ നൂഡിൽസ് ഇവിടെ നടക്കില്ല. അതിനാൽ മുട്ടയും പാലും മാവും ഉപയോഗിച്ച് ഞാൻ സ്വന്തമായി ഉണ്ടാക്കും. മാവിൽ കളർ ചേർക്കാൻ ഞാൻ മറക്കില്ല. പിങ്ക് ആണ് അവളുടെ പ്രിയപ്പെട്ട നിറം. ഇനി മാവ് ഒരു പ്രത്യേക കുപ്പിയിലേക്ക് ഒഴിക്കുക. എല്ലാം പ്ലാൻ ചെയ്തതുപോലെ നടക്കുന്നുണ്ട്. മികച്ചത്. നമുക്ക് ജോലി തുടങ്ങാം. ഓ, എന്റെ ദൈവമേ, ഷെഫിന്റെ നൂഡിൽസ് നോക്കൂ. വൗ! അതെ, എന്റെ പുതിയ നൂഡിൽസ് തയ്യാറാണ്. നല്ല മണവുമുണ്ട്. മധുരമുള്ള സിറപ്പ് മാത്രമാണ് കുറവ്. മാർമലേഡ് ബേർഡ്സ്, പിന്നെ മറ്റ് മധുര പലഹാരങ്ങളും. പൂർണ്ണത. ഓ, നീ ഒരു വിചിത്രം തന്നെ. എന്റെ സ്പാഗറ്റി തയ്യാറാണ്. ആ സോസേജുകൾ നോക്കൂ. അവ ഒക്ടോപസുകളെ പോലെയുണ്ട്. ഓ ഓ, തീ പിടിച്ചു. അയ്യോ, ഇല്ല. നമ്മുടെ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എവിടെയാണ്? ഓ, ഒരുപാട് പത വരുന്നുണ്ടല്ലോ. അയ്യോ ഇല്ല, എന്റെ നൂഡിൽസ് മുഴുവൻ കരിഞ്ഞുപോയി. നിൽക്കൂ, ഒരു സൂത്രപ്പണിയുണ്ട്. നമുക്ക് ഒരു കെറ്റിലിൽ ഇൻസ്റ്റന്റ് നൂഡിൽസ് ഉണ്ടാക്കാം. അങ്ങനെ ചെയ്യാം. ഞാൻ തീർച്ചയായും ഒരു ജീനിയസ് ആണ്. രസകരമായിരിക്കുന്നു. ഓ, ഇതെന്താണ്? ഈ നൂഡിൽസിന് ഒട്ടും രുചിയില്ല. ഓ ഓ, എന്തൊരു ഭംഗി. എന്റെ വായിൽ വെള്ളമൂറുന്നു. നമുക്കിത് കഴിച്ചു നോക്കാം. വൗ! നന്ദി ഷെഫ്,
സ്വാഗതം. ഈ തമാശയുള്ള സോസേജുകൾ നോക്കൂ, എനിക്കിവ വളരെ ഇഷ്ടമാണ്. വളരെ രുചികരം. ഓ, ഇത് ശരിക്കും കൊള്ളാം. ഇതാണ് വിജയി. അതെ, എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു കെട്ടിപ്പിടുത്തം. നിങ്ങളുടെ പുതിയ ദൗത്യം ഒരു മിൽക്ക് ഷേക്ക് ആണ്. ഞാനിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഞാൻ ശ്രമിക്കാം. ഓ, ഞാൻ ഇതിൽ മിടുക്കനാണ്. ആദ്യം നമ്മൾ ഐസ്ക്രീം എടുത്ത് ബ്ലെൻഡറിൽ പാലുമായി ചേർത്ത് അടിക്കണം. നമുക്ക് തുടങ്ങാം. പാൽ പാക്കറ്റ് തുറക്കുന്നു, അതിലേക്ക് ഒഴിക്കുന്നു, എന്നിട്ട് അടിക്കുന്നു. ഓ, ഓ, എന്നോട് ക്ഷമിക്കൂ അമ്മൂമ്മേ. നീ മൂടി വെക്കാൻ മറന്നുപോയി, അതുകൊണ്ട് എല്ലാം പുറത്തേക്ക് തെറിച്ചു. ഒരു ഐഡിയ. എന്റെ ബാഗിൽ എന്താണുള്ളതെന്ന് നോക്കാം. എന്ത്? ഒന്നുമില്ലേ? ആഹാ, ഇതാ എന്റെ പ്രത്യേക കോക്ടെയിൽ ഗാഡ്ജറ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ട മിഠായിയും കുറച്ച് മാഷ്മലോസും ഇതിലേക്ക് ഇട്ടാൽ മതി. ഇത് വളരെ രുചികരമായിരിക്കും. സോഡ മാത്രമാണ് കുറവ്. മോളെ, ക്ഷമിക്കണം, അത് അബദ്ധത്തിൽ സംഭവിച്ചതാണ്. ഇപ്പോൾ എല്ലാം തയ്യാറാണ്. എന്റെ അനിയത്തിക്ക് ഇത് വളരെ ഇഷ്ടപ്പെടും. അമ്മൂമ്മേ, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? എന്റെ കോക്ടെയിലിനായി എനിക്ക് റാസ്ബെറി പറിക്കണം. ഓ, എന്തൊരു സുഗന്ധം. ഈ പഴം എന്റെ വായിലേക്ക് വരാൻ കൊതിക്കുന്നു. നോക്കൂ, ഞാനാണ് ഷെഫ്. ശബാഷ് നിക്കോൾ. ഓ, കൊള്ളാം അമ്മൂമ്മേ. അത് കുഞ്ഞിനായി മാറ്റിവെക്കൂ. ശരി, ഈ ബ്ലെൻഡർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്റെ പരീക്ഷിച്ച വഴി ഉപയോഗിക്കുന്നതാണ് നല്ലത്. ആഹാ, എന്നിട്ട് അതിനെ ചതച്ചെടുക്കുന്നു. ഓ, അത്ഭുതകരം. ഇനി കുറച്ച് പുതിയ പാൽ ഒഴിക്കാം. എന്നിട്ട് ഒരു റാസ്ബെറി കോക്ടെയിൽ ഉണ്ടാക്കാൻ അത് നന്നായി യോജിപ്പിക്കാം. ശരി ശരി ശരി, എന്തൊരു ഭംഗി. പിന്നെ ആ നിറവും, മുകളിൽ കുറച്ച് പുതിനയിലയും. ഇത് കാണാൻ വളരെ ലളിതമായിരിക്കുന്നു. എനിക്ക് എന്തെങ്കിലും പുതിയതായി ചെയ്യണം. ഉദാഹരണത്തിന്, ആരാണ് ലൈറ്റ് ഓഫ് ചെയ്തത്? നിങ്ങൾക്ക് ഇരുട്ടിനെ പേടിയാണോ? ഹാ, ഓ, എന്നോട് ക്ഷമിക്കൂ ഷെഫ്. അത് വളരെ രസകരമാണ്. ക്ഷമിക്കണം. മികച്ച കോക്ടെയിലിനുള്ള റെസിപ്പി ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഐസ്ക്രീം, പാൽ, ഓറിയോസ്, എന്നിട്ട് ഇതെല്ലാം കൂടി അടിച്ചെടുക്കുക. ക്രീമും മിഠായിയും ചേർത്ത് ഈ മനോഹരമായ ചോക്ലേറ്റ് മുട്ടയിലാണ് ഞാനിത് വിളമ്പുക. അങ്ങനെ ചെയ്യാം. കുറച്ച് അലങ്കാരങ്ങൾ ചെയ്യാനുള്ള സമയമായി. ഇതാ കഴിഞ്ഞു. അത് കൊള്ളാം. വൗ, ഈ കോക്ടെയിൽ കാണാൻ വളരെ വ്യത്യസ്തമായിരിക്കുന്നു. എനിക്ക് എവിടെയെങ്കിലും അമർത്തണമെന്ന് തോന്നുന്നു. വൗ, നമുക്ക് നോക്കാം. ഓ, ഇത് ശരിക്കും കൊള്ളാം. എല്ലാം നിനക്ക് വേണ്ടിയാണ് സുന്ദരിക്കുട്ടി. എനിക്ക് ഈ കോക്ടെയിൽ അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇതിൽ പുതിനയിലയും ഉണ്ട്. വേണ്ട, നന്ദി. എന്തൊരു കഷ്ടം. വൗ, 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 എന്തൊരു അനുഭവം. ഇത് വളരെ നന്നായിട്ടുണ്ട്. ഓ, നന്ദി. ഈ മുട്ടയും വളരെ രുചികരമാണ്. തീരുമാനമായി കഴിഞ്ഞു. ഷെഫാണ് വിജയി. ഓ, അതെ. നന്ദി.